ഡിയർ സ്റ്റുഡൻസ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 32ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. അതായത് ബൈബാക്ക് ഓഫ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് എങ്ങനെയാണ് ഓരോന്നും വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ആ ജേണൽ എൻട്രീസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രോബ്ലംസിൽ ഇന്ന് നമ്മൾ 3 ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് 3 പ്രോബ്ലങ്ങളുടെ സൊല്യൂഷൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്, ഒപ്പം തന്നെ ബൈബാക്ക് അറ്റ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രീ റിസർവ്, മൂന്നാമതായിട്ട് ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്. ഈ 3 സാഹചര്യങ്ങളിൽ അതായത് നമ്മൾ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നത് പാർ വാല്യൂവിലാണ് ബൈബാക്ക് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ പ്രോബ്ലം ചെയ്യുക. രണ്ടാമതായിട്ട് ബൈബാക്ക് അറ്റ് പ്രീമിയം, നമ്മൾ പ്രീമിയത്തിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. നമ്മളവിടെ ഉപയോഗിക്കുന്നത് ഫ്രീ റിസർവ്സ് ആണ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുക. പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നില്ല, നമ്മളതിന് പകരം കമ്പനിയുടെ കൈവശമുള്ള ഫ്രീ റിസർവ് ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ സാഹചര്യം ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്. നമ്മൾ പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുക. അവിടെ നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ ഫ്രീ റിസർവുകൾ ഉപയോഗിച്ചുകൊണ്ടും രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ തുക കണ്ടെത്തുക. ഇത് കൂടാതെ നമുക്ക് മറ്റ് നാലാമത്തെ ഒരു മെത്തേഡ് കൂടിയുണ്ട്. നാലാമത്തെ മെത്തേഡ് എന്ന് പറയുമ്പോൾ ബൈബാക്ക് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഡിസ്കൗണ്ടിലാണ് ബൈബാക്ക് ചെയ്യുക. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ, പുതിയ ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഫ്രീ റിസർവുകൾ നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് എടുക്കുക. അതായത് അസറ്റ് വിറ്റുകൊണ്ട് ബൈബാക്കിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസ്സും, അതുകൂടാതെ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ്, നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് അതിനടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 3 ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ആ ചാപ്റ്ററിലെ കംപ്ലീറ്റ് തിയറിയും പ്രോബ്ലംസും നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അതിനുശേഷം ഉടൻ തന്നെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സ്, വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, നമുക്ക് ആരംഭിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊമേഴ്സ് ക്ലാസ് പാർ എന്ന ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പഴയ ക്ലാസ്സുകളും ഒപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും BNM-ൻ്റെയും HRM-ൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ അതുപോലെ ഈ ക്ലാസ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നമുക്ക് ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. അതായത് ബൈബാക്ക് അറ്റ് പാർ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ്. നമ്മൾ പാർ വാല്യൂയിലാണ് നമ്മുടെ ഷെയറുകൾ കമ്പനി തിരികെ വാങ്ങിക്കുന്നത്. അവിടെ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള എമൗണ്ട് കണ്ടെത്തുക, അല്ലേ? എ ലിമിറ്റഡ് ഇഷ്യൂഡ് 2 lakhs ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each. പേ ലിമിറ്റഡ് 2 lakhs ഇക്വിറ്റി ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്, അല്ലേ? 2 ലക്ഷം ഷെയറുകൾ, ഇക്വിറ്റി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു, ₹10 വിലയുള്ളത്. ഇറ്റ് വാണ്ടഡ് ടു ബൈ ബാക്ക് 30,000 ഇക്വിറ്റി ഷെയർസ് അറ്റ് പാർ. ഇവിടെ 30,000 ഇക്വിറ്റി ഷെയറുകളാണ് കമ്പനി തിരികെ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇറ്റ് ഇഷ്യൂഡ് 6% 3,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹100 each. ഇവിടെ കമ്പനി ആദ്യം ഇഷ്യൂ ചെയ്തത് 2 lakhs ഇക്വിറ്റി ഷെയർസ് ആണ്. അതിൽ നിന്ന് കമ്പനി 30,000 ഇക്വിറ്റി ഷെയറുകൾ തിരികെ വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലേ? നമുക്ക് രണ്ടാമതായിട്ട് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇക്വിറ്റി ഷെയറുകൾ തിരികെ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇക്വിറ്റി ഷെയറുകൾ തന്നെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള റൂൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിഫറൻസ് ഷെയറുകളാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. 6% ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള അല്ലെങ്കിൽ ഡിവിഡൻഡ് റേറ്റ് ഉള്ള പ്രിഫറൻസ് ഷെയറുകൾ 3000 പ്രിഫറൻസ് ഷെയറുകളാണ്, ₹100 വെച്ച്, അല്ലേ? ദ പ്രൊസീഡ്സ് ഓഫ് ബീങ് യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ് ഓഫ് ബൈബാക്ക്. ഇതിൻ്റെ പ്രൊസീഡ്സ്, ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പണം, അതാണ് നമ്മൾ ബൈബാക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലേ? അതാണ് പാർ വാല്യൂവിൽ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നു, ഒപ്പം തന്നെ പുതിയ ഷെയറുകൾ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ടല്ലേ? 30,000 ഇക്വിറ്റി ഷെയറുകൾ അറ്റ് പാറിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസ് റിലേറ്റിംഗ് ടു ദി ബൈബാക്ക് എമൗണ്ട് ടു ₹18,000. ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് 18,000 എന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ജേണൽ എൻട്രീസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ലിങ്ക് ഈ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം, നിങ്ങളത് ശ്രദ്ധിക്കുക. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ജേണൽ എൻട്രീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ക്ലാസ്സുകൾ കാണുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ജേണൽ എൻട്രീനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പം ജേണലിൻ്റെ ഫോർമാറ്റ് വരയ്ക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയറുകൾ ഇവിടെ പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് എത്രയാണ്? 3000 പ്രിഫറൻസ് ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്, അല്ലേ? ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് ₹100. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ അലോട്ട്മെൻറ്റ് അങ്ങനെയൊന്നും തിരിച്ചെഴുതാതെ ഒരുമിച്ച് ഒറ്റ ജേണൽ എൻട്രി നമുക്കത് എഴുതാവുന്നേ ഉള്ളൂ. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ
3000 ഷെയറുകൾ ഇൻറ്റു 100 അല്ലേ. അപ്പോൾ നമുക്ക് 3 ലക്ഷം എന്ന രൂപ കിട്ടും. അതാണ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് പുതിയ ഷെയറുകൾ നമുക്ക് ഇഷ്യൂ ചെയ്യുകയാണ് നമ്മൾ. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പഴയ ഷെയറുകൾ കുറച്ച് നമുക്ക് ബൈബാക്ക് ചെയ്യണം, അതിനുള്ള പണം കണ്ടെത്താൻ വേണ്ടി അല്ലേ. അപ്പോൾ അതിനുള്ള ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതുക. ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അറ്റ് പാർ. നമ്മൾ പാർ വാല്യൂയിൽ തന്നെയാണ് ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തത് നോക്കുക. അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരാണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതായത് അക്കൗണ്ടിലേക്ക് നമ്മൾ പണം മാറ്റിക്കൊണ്ടാണ് അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇപ്പോൾ 3 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 3 ലക്ഷം രൂപ അവിടെ, ഈ 3 ലക്ഷം രൂപ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? നമ്മളിവിടെ 30,000 ഇക്വിറ്റി ഷെയറുകൾ തിരികെ വാങ്ങിക്കണം അല്ലേ. 30,000 ഇക്വിറ്റി ഷെയറിന് 10 രൂപ വെച്ച്, അപ്പോൾ കറക്റ്റ് 3 ലക്ഷം രൂപയാണ് അല്ലേ. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ളൊരു തുകയാണ് നമ്മൾ തുകയ്ക്കാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ 3 ലക്ഷം രൂപയ്ക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ എമൗണ്ട്, നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് തിരികെ വാങ്ങിക്കുന്ന ഷെയറുകൾ എവിടെ നിന്നാണോ വാങ്ങിക്കുന്ന ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്ന ജേണൽ എൻട്രിയാണ് അടുത്ത് എഴുതേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് വേണ്ടി നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ടാണ്. നമ്മൾ കുറച്ചും ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു അക്കൗണ്ട് കൂടെ താൽക്കാലികമായിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് എന്നുള്ളതാണ് അക്കൗണ്ടിൻ്റെ പേര് അല്ലേ. ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ഡെറ്റർ. എത്ര രൂപയാണ് കൊടുക്കുക? 3 ലക്ഷം രൂപയാണ് അല്ലേ. എമൗണ്ട് മാറ്റമൊന്നുമില്ല. നമ്മൾ എവിടെ നിന്നാണ് ഇത് കൊടുക്കുക? ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, അതിനുവേണ്ടി ഓപ്പൺ ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മളിത് കൊടുക്കുക അല്ലേ. അപ്പോൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് 30,000 ഷെയർസ് ഓഫ് ₹10 അറ്റ് പാർ എന്നുള്ളത് നമ്മൾ നറേഷനായിട്ടും കാണിക്കുക. എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് 30,000 ഷെയർസ് ഓഫ് ₹10 ഈച്ച് അറ്റ് പാർ അല്ലേ. ഇനി അടുത്തത് എന്താണ്? അടുത്തതാണ് നമ്മൾ ഈ തിരികെ വാങ്ങിച്ച ഷെയറുകൾ നമുക്ക് ക്യാൻസൽ ചെയ്യണം. നമ്മൾ പറഞ്ഞ തിരികെ വാങ്ങിച്ചിട്ടുള്ള ഷെയറുകൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ക്യാൻസൽ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ക്യാൻസൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് ആ ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാൻസൽ ചെയ്യുക അല്ലേ. ക്യാൻസൽ ചെയ്യണം. നമ്മുടെ കയ്യിലേക്ക് ഷെയറുകൾ നമ്മൾ തിരികെ വാങ്ങിച്ചു എന്നതുകൊണ്ട് ആ ഷെയറുകൾ ക്യാൻസൽ ആവുന്നില്ല അല്ലേ. അപ്പോൾ ഷെയർ ക്യാൻസൽ ആവുന്നപ്പോഴാണ് നമ്മൾ അതിനുവേണ്ടി ക്യാൻസൽ ആക്കുന്ന ജേണൽ എൻട്രീസ് എഴുതുകയാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ നേരത്തെ ക്രെഡിറ്റ് ആണ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് വന്നിട്ടുണ്ടാവും. നമ്മളതിനെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി തിരിച്ച് ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്, ഇവിടെ ഓപ്പൺ ചെയ്ത ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അത് നമ്മൾ ഇവിടെ തിരിച്ച് ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു. ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 3 ലക്ഷം രൂപ അല്ലേ. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പാർ. അപ്പോൾ അത് നറേഷനോട് കാണിക്കുക. ഇനി നമുക്ക് ഒരു ജേണൽ എൻട്രി കൂടെ എഴുതാനുണ്ടല്ലേ. 2 ജേണൽ എൻട്രി ഉണ്ട്. ഒന്നെന്താണ്? എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട 2 ജേണൽ എൻട്രീസ്. ഒന്ന് എക്സ്പെൻസിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നു, 2 നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. അതിനുള്ള ജേണൽ എൻട്രി 2 ജേണൽ എൻട്രി കൂടെ നമുക്ക് എഴുതാം. ഇവിടെ ബൈബാക്ക് എക്സ്പെൻസ് എന്ന് പറയുന്നത് 18,000 റുപ്പീസാണ്. ഈ 18,000 റുപ്പീസാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടത് അല്ലേ. അപ്പോൾ പുതിയ അക്കൗണ്ട് ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട്, ബൈബാക്ക് എക്സ്പെൻസ് നമ്മൾ സാലറി കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താണ്? സാലറി അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സാലറി അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ ഏത് എക്സ്പെൻസ് ആണോ അതിൻ്റെ ആ പേര് തന്നെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 18,000 എമൗണ്ട് എഴുതുന്നു. അതിനുശേഷം ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് വഴി പേയ്മെൻറ്റ് നടത്തുന്ന അർത്ഥത്തിൽ നമ്മൾ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്, ബൈബാക്ക് എക്സ്പെൻസ് പെയ്ഡ്. അതിനുശേഷം എന്താണ്? ഈ ഒരു എക്സ്പെൻസ് നമ്മൾ ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ്. ഈ ബൈബാക്ക് എക്സ്പെൻസിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മുടെ പ്രോഫിറ്റിന് എതിരെ അതിൽ നിന്ന് കുറയുന്ന രീതിയിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ ടു ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമ്മൾ ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമല്ലോ. ഇവിടെ ജേണലിൽ ക്രെഡിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് വേണ്ടി പോസ്റ്റ് ചെയ്യുമ്പോൾ അത് ഡെബിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 18,000. അപ്പോൾ ഇതെന്താണ്? ബൈബാക്ക് എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ടു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ബൈബാക്ക് എക്സ്പെൻസ് റൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരിക. 6 ജേണൽ എൻട്രീസാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരിക. ഓരോ ജേണൽ എൻട്രീസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത്രയും എഴുതിയതിന് ശേഷം ഒരു വർക്കിംഗ് നോട്ട് കൂടി കൊടുക്കുന്നത് നല്ലതാണ്.
ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് ബൈബാക്ക് ഡസ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്. അപ്പോൾ ഇവിടെ നമുക്ക് ബൈബാക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ റൂൾസ് പഠിച്ചിട്ടുണ്ട്, കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു കണ്ടീഷനായിരുന്നു ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് എക്സീഡ് 25% ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ്. ഷെയർ ക്യാപിറ്റലും റിസർവോടും കൂട്ടുമ്പോൾ അതിൻ്റെ 25% കൂടുതൽ നമുക്ക് ബൈബാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബൈബാക്ക് ചെയ്തിരിക്കുന്ന ഷെയറുകൾ ആ ഒരു കണ്ടീഷൻ അത് വയലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു അസംഷൻ. ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ഈസ് നോട്ട് വയലേറ്റഡ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 കൂടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മറ്റൊരു കണ്ടീഷൻ കണ്ടിരുന്നു. അതിവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹാവ് സഫിഷ്യന്റ് ബാലൻസ് ടു റൈറ്റ് ഓഫ് ബൈബാക്ക് എക്സ്പെൻസ്. ബൈബാക്ക് എക്സ്പെൻസ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് എതിരെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത് അല്ലേ, അതിൽ നിന്നാണ് റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബാലൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ബാലൻസും മറ്റു കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സഫീഷ്യന്റ് ബാലൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അത്തരം കാര്യങ്ങളുടെ അസംഷൻസ് ഒക്കെ ഒരു നോട്ടായിട്ട് ഈ പ്രോബ്ലത്തിന് ശേഷം അവസാനം കൊടുക്കുന്നത് നല്ലതാണ്. നമുക്കിനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ബൈബാക്ക് അറ്റ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രീ റിസർവ്. നമ്മളിനി ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പാർ വാല്യൂലായിരുന്നു. ഇനി ഇവിടെ ബൈബാക്ക് ചെയ്യുന്നത് ഫ്രീ റിസർവ് ഉപയോഗിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് ഫണ്ട് കണ്ടെത്തിയത് അല്ലേ. ഇവിടെ നമ്മുടെ കൈവശമുള്ള ഫ്രീ റിസർവ് എന്ന് പറയുമ്പോൾ അവിടെ ജനറൽ റിസർവും ഒപ്പം തന്നെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും വരുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ഈ ഒരു ബൈബാക്ക് ഓഫ് ഷെയർസിന് വേണ്ടി നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും ഉപയോഗിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട്, അതായത് പുതിയ ഷെയറുകൾ ഇവിടെ ഇഷ്യൂ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ ഫ്രീ റിസർവ് ഉപയോഗിച്ചുകൊണ്ട്, ജനറൽ റിസർവോ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബൈബാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നും ജനറൽ റിസർവിൽ നിന്നൊക്കെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ഈ തുക എത്രയാണോ നമ്മൾ അവർക്ക് തിരികെ കൊടുക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ തുകയും നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ആ തുക ട്രാൻസ്ഫർ ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ്, നമ്മൾ തിരികെ വാങ്ങിക്കുന്ന ഷെയറിൻ്റെ നോമിനൽ വാല്യൂ ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പ്രീമിയത്തിലാണ് നമ്മൾ തിരികെ വാങ്ങിക്കുന്നതെങ്കിൽ പോലും നമ്മൾ നോമിനൽ വാല്യൂ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവും. അതുകൂടെ ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എന്താണ്? പുതിയ ഷെയറുകൾ ഇവിടെ ഇഷ്യൂ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയും എഴുതേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം രണ്ടാമതായിട്ട് ചെയ്യുന്നത് എന്താണ്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ രണ്ടാമത് ചെയ്ത പോലെ ഇവിടെ നമ്മളത് ആദ്യം എഴുതും. പുതിയ ഒരു അക്കൗണ്ട്, ബൈബാക്ക് അക്കൗണ്ട്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അല്ലേ. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. എത്ര രൂപയ്ക്കുള്ളതാണ്? 1,00,000 × 30 എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് 30 ലക്ഷം രൂപയുടെ നമ്മൾ 1 ലക്ഷം ഷെയറുകളാണ് നമ്മളിവിടെ തിരികെ വാങ്ങിക്കുന്നത് അല്ലേ. നോക്കുക, ഇവിടെ സെക്യൂരിറ്റി എ ലിമിറ്റഡ് ഇഷ്യൂഡ് 4 lakh ഷെയർസ് ഓഫ് ₹10 each. 4 ലക്ഷം ഷെയറുകളാണ് 10 രൂപയുടെ നേരത്തെ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ദ ബാലൻസ് ഇൻ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആൻഡ് ജനറൽ റിസർവ് രണ്ടിലും 25 lakhs 50 lakhs rupees അത് രണ്ടിലുമായിട്ടുണ്ട്. ദ കമ്പനി ബോട്ട് ബാക്ക് 1 lakh ഷെയർസ്. കമ്പനി ഇവിടെ 1 lakh ഷെയർസ് ആണ് കമ്പനി വാങ്ങിച്ചിരിക്കുന്നത്. അറ്റ് പ്രൈസ് ഓഫ് ₹30. 30 രൂപയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് എത്ര രൂപയ്ക്കായിരുന്നു? ഇവിടെ 10 രൂപയ്ക്കാണ് കമ്പനി ആദ്യം ഷെയർ ഇഷ്യൂ ചെയ്തത്. പക്ഷേ തിരികെ വാങ്ങിക്കുന്നത് 30 രൂപയ്ക്കാണ് അല്ലേ. അതുകൊണ്ടാണ് ഇത് പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര രൂപയ്ക്കാണോ നമ്മൾ മൊത്തം എത്ര രൂപയാണ് കൊടുക്കാനുള്ളത് അത്രയും തുകയ്ക്കുള്ള ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് 30 ലക്ഷം വരും അല്ലേ, ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ അങ്ങോട്ട് പണം ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. 30 ലക്ഷം അല്ലേ. അപ്പോൾ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇനി നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കുകയാണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിന് പണം കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രീമിയത്തിൻ്റെ കാര്യം എഴുതിയാൽ മതി. അങ്ങനെയാണ് നമ്മൾ എഴുതുക. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ മാറ്റുമ്പോൾ എന്താണ്? ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു പുതിയ അക്കൗണ്ട് അല്ലേ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടപോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. 1 lakh × 30 lakhs അല്ലേ, 30 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നു. ഇത് ഇൻക്ലൂഡിങ് പ്രീമിയം ആണല്ലേ. 30 ലക്ഷം എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പ്രീമിയം ആണ്. 30 ലക്ഷമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ പണം കൊടുക്കുക, 30 ലക്ഷം അല്ലേ. അപ്പോൾ എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് 1 lakh ഷെയർസ് ഓഫ് ₹10 each. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള 1 ലക്ഷം ഷെയറുകൾ അറ്റ് ₹30, 30 രൂപയ്ക്ക് അല്ലേ. അതായത് 20 രൂപ പ്രീമിയമാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം 10 രൂപയുടെ ഷെയറുകൾക്ക് 30 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി 20 രൂപ എന്ന് പറയുന്നത് പ്രീമിയത്തിലാണ് നമ്മളത് ബൈബാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രീമിയത്തിൻ്റെ കാര്യം ഇവിടെ കാണിക്കേണ്ടതില്ല. ഇനി അടുത്ത ഒരു ജേണൽ എൻട്രിയിൽ നമ്മുടെ ഇക്വിറ്റി ഷെയറുകൾ ഉടൻ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യുമല്ലോ. ആ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം അല്ലെ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അല്ലേ, പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡെബിറ്റ് കൂടി നമ്മൾ ആ സമയത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ജേണൽ എൻട്രി എഴുതാം.
അടുത്ത ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര രൂപയാണ് ക്യാൻസൽ ചെയ്യുക? ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എപ്പോഴും നോമിനൽ വാല്യൂ മാത്രമേ എടുക്കാവുള്ളൂ അല്ലേ? അപ്പോൾ 10 രൂപ വെച്ചുകൊണ്ട് 1,00,000 ഷെയറുകൾ ഇവിടെ എത്ര വരും? 10 lakhs വരും അല്ലേ? ഇനി എന്താണ് ഇവിടെ നമുക്ക് പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ? ഇവിടെ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക്, നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രീമിയം നമ്മളെ സംബന്ധിച്ചൊരു ക്യാപിറ്റൽ ലോസ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് ഇവിടെ 1 lakh × 20 അല്ലേ? 20 രൂപയാണ് പ്രീമിയം എന്ന് പറഞ്ഞു. 10 രൂപയുടെ ഷെയറുകൾ 30 രൂപയ്ക്കാണ് തിരികെ വാങ്ങിക്കുന്നതെങ്കിൽ ആ 20 രൂപയായിരിക്കും പ്രീമിയം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് 20 lakhs കിട്ടും. അപ്പോൾ രണ്ടോടെ ഒരുമിച്ച് ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് നമ്മൾ കുറച്ച് മുമ്പ് ഡെബിറ്റ് ചെയ്ത ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ടിനെ നമ്മളിവിടെ ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്നു അല്ലേ? 30 ലക്ഷം രൂപ. അപ്പോൾ ഇവിടെ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പ്രീമിയം അല്ലേ? ഷെയറുകൾ നമ്മൾ പ്രീമിയത്തിലാണ് വാങ്ങിച്ചത്, അത് നമ്മളിവിടെ ക്യാൻസൽ ചെയ്യുന്നു. ഇനി അടുത്തതാണ് നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ഇനി നമുക്ക് എമൗണ്ട് മാറ്റി വെച്ചാൽ മതി. ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റൂളുകളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചതാണ്. ഇഫ് ദ ഷെയർസ് ആർ ബോട്ട് ബാക്ക് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഞാനൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇഫ് ദ ഷെയർസ് ആർ ബോട്ട് ബാക്ക് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ഓർ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ഫ്രീ റിസർവിൽ നിന്ന് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉപയോഗിച്ചുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ an amount equal to the face value of shares so bought back must be transferred. നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഷെയറിൻ്റെ ഫേസ് വാല്യൂ അത് ഓർക്കുക, ഫേസ് വാല്യൂവിന് തുല്യമായിട്ടുള്ള തുക 10 രൂപയ്ക്ക് തുല്യമായിട്ടുള്ള തുക നമ്മൾ എടുത്താൽ മതി അല്ലേ? 30 രൂപ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല. 1,00,000 × 10 അതിന് തുല്യമായിട്ടുള്ള ഒരു തുക നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? CRR അക്കൗണ്ടിലേക്ക്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഇനി ജനറൽ റിസർവും സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും രണ്ടും അവൈലബിൾ ആണെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ബൈബാക്ക്. സെക്യൂരിറ്റീസ് പ്രീമിയം അതിൻ്റെ എമൗണ്ട് ആണ് നമ്മൾ സാധാരണയായിട്ട് ബൈബാക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. ആൻഡ് എനി ഷോർട്ട് ഫോൾ ഷാൽ ബി അഡ്ജസ്റ്റഡ് ത്രൂ ജനറൽ റിസർവ്. നമുക്ക് ജനറൽ റിസർവിലെ ഫണ്ടും അതിനുവേണ്ടി ഉപയോഗിക്കാവുന്നത് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് മൊത്തം എത്രയാണ് വരേണ്ടത്? 10 ലക്ഷം രൂപയാണ് അല്ലേ? 1,00,000 ഷെയറിന് 10 രൂപ വെച്ച് നമുക്ക് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. 10 ലക്ഷം രൂപ വരണം. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നമുക്കൊരു 5 ലക്ഷവും ജനറൽ റിസർവിൽ നിന്ന് നമുക്കൊരു 5 ലക്ഷവും എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു കാറ്റഗറി പൂർത്തിയാക്കാം. ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് CRR അക്കൗണ്ടിലേക്ക് 10 lakhs rupees നമ്മൾ മാറ്റുന്നു അല്ലേ? ട്രാൻസ്ഫർ ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ഫ്രം സെക്യൂരിറ്റീസ് പ്രീമിയം ആൻഡ് ജനറൽ റിസർവ്. ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം ജനറൽ റിസർവിൽ നിന്ന് നമ്മൾ ഷെയറിൻ്റെ നോമിനൽ വാല്യൂവിന് തുല്യമായിട്ടുള്ള തുക നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു അല്ലേ? മൊത്തം നമ്മൾ 20 ലക്ഷം രൂപയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആയിട്ട് കൊടുത്തത്. ടോട്ടൽ എമൗണ്ട് റിക്വയർഡ് ടു ട്രാൻസ്ഫർ ടു CRR എന്ന് പറയുന്നത് 10 lakhs rupees ആണ്. 10 ലക്ഷം രൂപയാണ് നമ്മൾ CRR അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. 5 ലക്ഷം നമ്മൾ ഇവിടെ നിന്ന് ഉപയോഗിച്ചു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നും, ബാക്കിയുള്ള ഒരു 5 ലക്ഷം രൂപ നമ്മൾ ജനറൽ റിസർവിൽ നിന്നും ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിന് നമ്മൾ 5 ലക്ഷം രൂപ മാത്രം എടുത്തിരിക്കുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ റൂൾ അനുസരിച്ച് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് ഷുഡ് ബി യൂസ്ഡ് ഫസ്റ്റ് അല്ലേ? ആദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആണ്. ഇവിടെ ജനറൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഉപയോഗിക്കേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആണ്. അതിനുശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും തുക കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ജനറൽ റിസർവിന് എടുത്താൽ മതി അല്ലേ? നമുക്കിവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ എത്ര രൂപ ബാക്കിയുണ്ട്? ഇവിടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആൻഡ് ജനറൽ റിസർവ് അവിടെ 25 lakhsഉം 50 lakhsഉം അല്ലേ? അത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ 25 lakhs ആണല്ലേ? ഈ 25 lakhs മുഴുവനായിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഇവിടെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല അല്ലേ? കാരണം എന്താണ്? നമുക്കിവിടെ പ്രീമിയത്തിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതെങ്കിൽ ആ പ്രീമിയം തുക കൊടുക്കേണ്ടത് നമ്മൾ ഈ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ്. അപ്പോൾ പ്രീമിയം തുക എന്ന് പറയുന്നത് 30 ലക്ഷത്തിൽ 20 ലക്ഷവും പ്രീമിയം ആണല്ലേ? 20 രൂപ വെച്ചായിരുന്നു പ്രീമിയം. അപ്പോൾ ആ 20 ലക്ഷം രൂപ ഇതിൽ നിന്ന് മാറും. ബാക്കി എത്രയേ ഉള്ളൂ? സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ ബാക്കി 5 ലക്ഷമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ 5 ലക്ഷം രൂപ നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി വന്നിരിക്കുന്ന എനി ഷോർട്ട് ഫോൾ, എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുക്കേണ്ടതാണ്. ആ ബാക്കി 5 ലക്ഷം രൂപയുടെ നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുത്തിട്ടാണ് 10 ലക്ഷം രൂപ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് നമുക്ക് പ്രീമിയം ഓൺ ബൈബാക്ക് ഓഫ് ഷെയർസ് അല്ലേ? ഷെയർ ബൈബാക്ക് ചെയ്യുമ്പോഴുള്ള പ്രീമിയം നമുക്ക് കൊടുക്കേണ്ടതുണ്ട് 20 lakhs. അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള 5 ലക്ഷമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ 5 ലക്ഷം മാത്രം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രീമിയത്തിലൊന്നും അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മുഴുവൻ തുകയെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കാമായിരുന്നു അല്ലേ? അപ്പോൾ ജനറൽ റിസർവ് ഉപയോഗിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇനി ഒരു ജനറൽ കൂടിയുണ്ട്. അതെന്താണ്? നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ബൈബാക്ക് ചെയ്തപ്പോഴുള്ള പ്രീമിയം ആ എമൗണ്ട് നീക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നു.
സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് 1,00,000 × 20 രൂപയായിരുന്നു പ്രീമിയം അല്ലേ, 1,00,000 × 20 ലക്ഷം രൂപ ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നീക്കി വയ്ക്കുന്ന ജേണൽ ആണത് അല്ലേ. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് റിട്ടേൺ ഓഫ്, നമ്മൾ ഈ ഒരു പ്രീമിയം സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിനെതിരായിട്ട് നമ്മളത് റൈറ്റ് ഓഫ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ നോട്ടായിട്ട് ബൈബാക്ക് പ്രീമിയം ഈസ് 20 lakhs ഹാസ് ബീൻ പ്രൊവൈഡഡ് ഔട്ട് ഓഫ് സെക്യൂരിറ്റീസ് പ്രീമിയം. നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് 20 lakhs നമ്മൾ ഇവിടെ പ്രീമിയത്തിന് വേണ്ടി നീക്കി വെച്ചിരുന്നു. CRR അക്കൗണ്ടിലേക്ക് 10 lakhs ആണ് മൊത്തം വേണ്ടിയിരുന്നത്, 5 lakhs അതുകൊണ്ട് ബാക്കിയുള്ള 5 lakhs നമ്മൾ മൊത്തം 25 ലക്ഷമാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ ഉണ്ടായിരുന്നത്. അതിൽ 20 ലക്ഷം രൂപ ഇങ്ങോട്ട് കൊടുത്തു, ബാക്കിയുള്ള 5 lakhs നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കുകയും പിന്നീട് വരുന്ന 5 ലക്ഷം രൂപ അല്ല മൊത്തം 10 ലക്ഷമാണ് വേണ്ടത്, അത് നമ്മൾ ജനറൽ റിസർവിൽ നിന്ന് എടുത്തു. അപ്പോൾ ഇതിനുള്ള ജേണലിയാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ രണ്ടാമത്തെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വരിക. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. നമ്മളിനി മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ബൈബാക്ക് ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം. പ്രീമിയത്തിലാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്. നമ്മളിവിടെ പുതിയ ഷെയറുകളും ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഫ്രീ റിസർവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് എത്ര രൂപ കിട്ടുമെന്ന് നോക്കും. ബാക്കിയുള്ള എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രീ റിസർവിൽ നിന്നും എടുക്കും അല്ലേ. ഇവിടെ നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപ്പിൽ 10 രൂപ വിലയുള്ള ഷെയർ ക്യാപ്പിലാണ് 10 lakhs റുപ്പീസിൻ്റെ. സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആയിട്ട് 2,20,000 തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് 1 lakh തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് 70,000 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 60,000, എല്ലാവരും കൂടി നമുക്ക് 40,50,000 വന്നിട്ടുണ്ട്. ഇവിടെ അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റും എല്ലാവരും കൂടി നോൺ കറണ്ട് അസറ്റും ഫണ്ട് അസറ്റ് എല്ലാവരും കൂടി നമുക്ക് എത്രയുണ്ട്, 40,50,000 ഉണ്ട്. നോട്ട്സ് ടു അക്കൗണ്ട്സ് ആർ നോട്ട് ഗിവൺ. അതിൻ്റെ ബാലൻസ് ഷീറ്റിൽ എക്സ്പ്ലനേഷൻ നൽകുന്ന ഒരു നോട്ട് നൽകിയിട്ടില്ല. ഇനി 1/1/2021 കമ്പനി ബോട്ട് ബാക്ക് 25,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച്. കമ്പനി ഇവിടെ 25,000 ഇക്വിറ്റി ഷെയർസ് കമ്പനി തിരികെ വാങ്ങിക്കുകയാണ്. അപ്പോൾ തിരികെ വാങ്ങിക്കുന്ന വില നോക്കണം, 20 രൂപയ്ക്കാണ് തിരികെ വാങ്ങിക്കുന്നത്. കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്ത വില എത്രയായിരുന്നു, 10 രൂപയാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് പ്രീമിയത്തിലാണ്, 10 രൂപ പ്രീമിയത്തിലാണ് തിരികെ വാങ്ങിക്കുന്നത് മനസ്സിലാക്കാം അല്ലേ. ദെൻ ദ കമ്പനി ഇഷ്യൂഡ് 2,000 8% പ്രിഫറൻസ് ഷെയർസ്. ഇക്വിറ്റി ഷെയറാണ് തിരികെ വാങ്ങിക്കുന്നത്. കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ആണ് അല്ലേ. അവിടെ 2,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു, 100 രൂപ വിലയുള്ള 2,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തുക നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ഈച്ച് ഫോർ ദി പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടിയാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ എത്ര രൂപയാണ് നമുക്ക് കമ്പനി ബൈബാക്ക് ചെയ്യുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് അടയ്ക്കേണ്ടത് എന്നുള്ളത്. അടയ്ക്കേണ്ടതെന്നുള്ള ഇവിടെ കണക്ക് കൂട്ടുമ്പോൾ നോമിനൽ വാല്യൂ മാത്രം നമ്മളിവിടെ കണക്കെടുത്താൽ മതി. പ്രീമിയത്തിലാണെങ്കിൽ ആ പ്രീമിയം തുക എവിടെ നിന്നാണ് എടുക്കേണ്ടത്, ആ പ്രീമിയം തുക എടുക്കേണ്ടത് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ് അല്ലേ. 20 rupees എന്ന് പറയുന്നത് അതിൽ 10 രൂപ പ്രീമിയം ആണല്ലേ. 10 രൂപ എന്ന് പറയുന്നത് അത് നമ്മുടെ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ് എടുക്കേണ്ടത്. പിന്നെയും തികഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അത് ഇവിടെ ജനറൽ റിസർവിൽ നിന്നുകൂടെ എടുക്കാം. അപ്പോൾ നമ്മളിവിടെ എത്ര രൂപയാണ് നമുക്ക് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തതിന് ശേഷം ജനറൽ റിസർവും മറ്റും അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും മറ്റും ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ നോമിനൽ വാല്യൂ മാത്രം എടുത്താൽ മതി. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാൻ നോക്കുക. ഇതിനകത്ത് നോമിനൽ വാല്യൂ റിക്വയർഡ് ഫോർ ബൈബാക്ക്, നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതിന് വേണ്ടി എത്ര രൂപയാണ് നോമിനൽ വാല്യൂ വേണ്ടത്. അതായത് നമ്മുടെ 25,000 ഷെയറുകളാണ് അല്ലേ, അതിൽ 20 രൂപ എന്ന് പറയുന്നത് പ്രീമിയം ഉൾപ്പെടെയാണ്. 10 രൂപ നമ്മളിവിടെ കണക്കിലെടുത്താൽ മതി. 25,000 × 10 എത്രയാണ്, 2,50,000 രൂപയാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്ന ഷെയറിൻ്റെ നോമിനൽ വാല്യൂ അല്ലേ. ഇനി പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, 2 lakhs നമുക്ക് പ്രിഫറൻസ് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് 100 രൂപ വെച്ചാണ് അല്ലേ. 2 lakhs അല്ല 2,000 പ്രിഫറൻസ് ഷെയറുകൾ 100 വെച്ച് ഇഷ്യൂ ചെയ്യുന്നു. 2,000 × 100 2 lakhs. ഓക്കെ, അപ്പോൾ 2 lakhs വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കി എത്രയോട് മതി, 50,000 രൂപ മതി അല്ലേ. ബാലൻസ് ടു ബി മെറ്റ് ഫ്രം ഫ്രീ റിസർവ്. ഈ ഫ്രീ റിസർവിൽ നിന്ന് നമുക്ക് എടുക്കേണ്ടത് 50,000 രൂപ കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോമിനൽ വാല്യൂ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ് അല്ലേ. ബാങ്ക് അക്കൗണ്ട് ലെറ്റർ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ തന്നെ, അല്ല കഴിഞ്ഞ പ്രോബ്ലത്തിലെല്ലാം നമ്മൾ കണ്ടതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakhs. ഇനി എന്താണ്, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. അത് എത്രയായിരുന്നു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, മൊത്തം എമൗണ്ട് എത്രയാണോ അല്ലേ, 25,000 ഷെയറുകൾ 20 രൂപ വെച്ച് അല്ലേ. മൊത്തം നമുക്ക് എത്രയാണ്, 5 ലക്ഷം രൂപയുടെ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു അല്ലേ. അടുത്ത ജേണൽ എന്താണ്, ഷെയറുകൾ നമ്മൾ തിരികെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് നൽകുന്ന പ്രക്രിയയാണ്. അതിനുള്ള ജേണൽ എഴുതാം. അതായത് ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് അല്ലേ, ഇക്വിറ്റി ഷെയർസ് ബൈബാക്ക് അക്കൗണ്ട് ലെറ്റർ 5 lakhs ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് നടത്തുക. എമൗണ്ട് പെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് 25,000 ഷെയർസ് ഓഫ് ₹20 ഈച്ച് അല്ലേ. 25,000 ഷെയറുകൾ 20 രൂപ വെച്ച് നമ്മൾ അതിന് തുല്യമായിട്ടുള്ള തുക നമ്മളത് കൊടുത്തു തീർക്കുന്നു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക ഉപയോഗിച്ചുകൊണ്ടല്ലേ.
ഇനിയാണ് നമ്മൾ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം നമ്മൾ വരുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു, നമ്മൾ ഇക്വിറ്റി ഷെയറുകൾ ക്യാൻസൽ ചെയ്യും അല്ലേ. ഇക്വിറ്റി ഷെയറുകൾ ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ അടുത്തത് എഴുതേണ്ടത്. ആ സമയത്താണ് പ്രീമിയം ഉൾപ്പെടെ നമ്മൾ എഴുതുക. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റർ അവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിന് നോമിനൽ വാല്യൂ മാത്രമേ വരാവുള്ളൂ. 25,000 × 10 2,50,000. ഇനി പ്രീമിയം അല്ലേ, പ്രീമിയം എന്ന് പറയുന്നത് 25,000 × 10 ആണല്ലേ, 10 രൂപ പ്രീമിയം. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഡേറ്റർ 2,50,000. രണ്ടോടും കൂടി നമുക്ക് 5 ലക്ഷം രൂപ വരും അല്ലേ. അപ്പോൾ ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പ്രീമിയം. പിന്നെ അടുത്ത ജേണൽ എൻട്രി എന്താണ്, അടുത്ത ജേണൽ എൻട്രി നമുക്ക് CRR അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. CRR അക്കൗണ്ടിലേക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ബാക്കി എത്ര രൂപയാണോ വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടെത്തിയിരുന്നു. അതായത് മൊത്തം എത്രയായിരുന്നു നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത്, അതിൽ നിന്ന് നമുക്ക് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് തുക കിട്ടി അല്ലേ. അതിൻ്റെ ബാക്കി തുക മാത്രം നമുക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 50,000 നമ്മൾ കണ്ടുപിടിച്ചു വരുന്നു അല്ലേ. ആ 50,000 നമ്മൾ CRR അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതായത് ഫ്രീ റിസർവിൽ നിന്ന് എത്രയാണോ നമ്മൾ എടുക്കുന്നത് ആ തുക മാത്രം നമുക്ക് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ മതി എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡേറ്റർ 50,000 ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അല്ലേ. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറയുന്നുണ്ട് 50,000. ഇവിടെ നോക്കുക, നമ്മളിവിടെ ജനറൽ റിസർവിൽ നിന്ന് മാത്രമാണ് CRR അക്കൗണ്ടിലേക്ക് തുക മാറ്റിയിരിക്കുന്നത് അല്ലേ. കാരണം സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ആ അക്കൗണ്ടിൽ മൊത്തം എത്രയാണുള്ളത്, നമുക്ക് മൊത്തം 2,20,000 ഉള്ളത് അല്ലേ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ. നമ്മളിവിടെ പ്രീമിയത്തിലാണ് ബൈബാക്ക് ചെയ്യുന്നത്. പ്രീമിയത്തിൽ ബൈബാക്ക് ചെയ്യുമ്പോൾ ആ തുക നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ മൊത്തം പ്രീമിയം നമുക്ക് എത്ര വരുന്നത്, 2,50,000 രൂപ ഉണ്ടായിരുന്നു അല്ലേ. 27,000 × 10 2,50,000. അതുപോലും മുഴുവൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് സാധിക്കുന്നില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് CRR അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ട തുക, മാറ്റേണ്ട തുക എവിടെ നിന്ന് എടുത്താൽ മതി, ജനറൽ റിസർവിൽ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 50,000 എന്ന് പറഞ്ഞുകൊണ്ട് ജനറൽ റിസർവിൽ നിന്ന് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക് ഫ്രം പ്രോഫിറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു CRR. ഇനി അടുത്ത ജേണൽ എൻട്രി എന്താണ്, ഇനിയാണ് നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിനെതിരായിട്ട് നമ്മൾ പ്രീമിയം തുക നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നത് അല്ലേ. അപ്പോൾ മുഴുവൻ തുകയെ നമുക്ക് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ബാക്കി കുറച്ച് തുകയുടെ ഉണ്ട്, അത് നമുക്കത് ബാക്കിയുള്ള ജനറൽ റിസർവിൽ നിന്ന് എടുക്കാം അല്ലേ. ഇപ്പോൾ സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് ബാക്കി എത്രയുണ്ട്, 2,20,000. ഇനി എത്ര കൂടെ വേണം, മൊത്തം 2,50,000 പ്രീമിയം അല്ലേ. 2,50,000 രൂപയ്ക്കാണ് നമ്മൾ പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ 2,20,000 ഉള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് ജനറൽ റിസർവിൽ എടുക്കുന്നത് തടസ്സമില്ല. ജനറൽ റിസർവിൽ നിന്ന് എത്ര കൂടെ എടുക്കണം, 30,000 കൂടെ എടുക്കുക. ടു പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് 2,50,000. പ്രീമിയം പേയബിൾ ഓൺ ബൈബാക്ക് റിട്ടേൺ ഓഫ് അഗൻസ്റ്റ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവും ഒപ്പം തന്നെ ജനറൽ റിസർവും നമുക്ക് ഉപയോഗിക്കേണ്ടത് അല്ലേ 30,000. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നു, ആ ഒരു ജേണലിൻ്റെ കൂടി നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മൂന്നാമത്തെ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട് വരിക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് വേണം ചിലപ്പോൾ വരയ്ക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടേക്കാം. ബാലൻസ് ഷീറ്റ് വേണം വരയ്ക്കണമെങ്കിൽ നമുക്കതിനാവശ്യമായിട്ടുള്ള കഴിഞ്ഞ പ്രിഫറൻസ് ഷെയറിൻ്റെ ഒക്കെ നമുക്ക് റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ടും ബോണസ് ഷെയർ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റുകൾ വരയ്ക്കാൻ വേണ്ടി പഠിച്ചിരുന്നു. അപ്പോൾ അതേ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ബാലൻസ് ഷീറ്റിൽ വരുത്തിക്കൊണ്ട് നമുക്ക് എഴുതിയാൽ മതിയാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഡിസ്കൗണ്ടിൽ നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതും ഒപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റുകൾ നമുക്ക് വിറ്റുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ബൈബാക്കിനുള്ള ഫണ്ട് കണ്ടെത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജേർണലിസ്റ്റ് ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലമൊക്കെ നമുക്ക് ചെയ്യാം. അതിനുശേഷം പിറ്റേസും ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സും. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുക, മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം.